ആരുടെയും സങ്കടങ്ങളെ തമാശയായി കാണരുത്. നമുക്കറിയില്ലല്ലോ അവർ എത്ര മോശമായ അവസ്ഥയിൽ ആയിരിക്കാമെന്നത്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയും. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുക. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം ഉറക്കമാണ്. അത് ഒരു വ്യക്തിയെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കുറച്ച് സമയത്തേക്ക് മോചിപ്പിക്കുന്നു. സത്യവും നന്മയും തേടി നിങ്ങൾക്ക് ലോകം മുഴുവൻ അലഞ്ഞാലും അത് നിങ്ങളുടെ ഉള്ളിലല്ലാതെ പിന്നെ എവിടെയും കണ്ടെത്താൻ കഴിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുൻപോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. ചിരിക്കുക, കാരണം നിന്റെ ദുഃഖം നിനക്ക് മാത്രമേ ദുഃഖമായിട്ടുള്ളൂ. കേൾവിക്കാർക്ക് എന്നും കേട്ടുകഥകൾ മാത്രമാണ്. ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം. മലിനമായ വെള്ളം ആരോഗ്യം നശിപ്പിക്കുന്നു. മലിനമായ ചിന്തകൾ ജീവിതം നശിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല. പക്ഷെ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന വാക്കുകൾ നമ്മുടെ പക്കലില്ല. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടായാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മാറിപ്പോകും. ഒന്നുകിൽ വെറുപ്പും ദേഷ്യവുമായി പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. സംയമനം പാലിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയാറില്ല എന്നതാണ് ഒരു വലിയ സത്യം. അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നതും. നെഗറ്റീവ് ആളുകളിൽ നിന്നും എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. സത്യസന്ധരായ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും അവർ നമുക്കൊപ്പം ഉണ്ടാകും. ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതിനാൽ എങ്ങനെ പ്രതികരിക്കണമെന്നത് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക. നമ്മുടെ പ്രവൃത്തികളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്.